അയ്യോ ഈ ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. എക്സ്പീരിയൻസ്. അതെ, മലയുടെ ഇടയിലൂടെ ആ ഒരു നടത്തം നമുക്ക് വേറെ എവിടെയും കിട്ടില്ല. ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മാത്രമേ ഉള്ളൂ, നമ്മുടെ ഫാമിലി ആരുമില്ല. കാരണം ഞങ്ങളിത് ജിമ്മിൽ നിന്ന് ടൂറ് പോയതാണ്. ഒരു 10-20 ആൾക്കാർ ചേർന്ന് പോയതാണ്. നമ്മുടെ ഇടുക്കിയിലാണ് പോയത്, ഇടുക്കി രാമക്കൽമേട്. അപ്പോൾ നല്ല ഹാപ്പിയായി, ഫുള്ള് പാട്ടും നല്ല DJ ഒക്കെ വെച്ച് അടിച്ചു പൊളിച്ചിട്ടാണ് പോയത് കടന്ന്. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ വ്ളോഗ് പോലെ അപ്പം നിങ്ങളെയും കൂടി കാണിക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാവരും ലാസ്റ്റ് വരെ കാണാം. ഗൈസ്, ഇതാണ് നമ്മുടെ റൂം. തണുപ്പ് എങ്ങനെയുണ്ടാ? തണുപ്പോ ചില്ല് ഐസിലിട്ടിട്ട് എടുത്ത പോലെ. കയ്യൊക്കെ വിറക്കുന്നുണ്ട് ഇപ്പൊ തണുത്തിട്ട്. ഇതാണ് ഞങ്ങളുടെ റൂം ഇട്ടാ. അപ്പം ഇനി ഒരു 9 മണിയോടുകൂടി നമ്മൾ ട്രക്കിങ്ങിന് പോവാണ്. ട്രക്കിങ്ങിന് ഇവിടെ ജീപ്പൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്, ഒരു ജീപ്പിൽ കൊണ്ടുപോകുന്ന പറഞ്ഞ്. അപ്പോൾ നമുക്കപ്പോൾ കാണാം. ഞാൻ പോയി റെഡി ആകട്ടെ. ഓക്കെ. അപ്പോൾ ഗൈസ്, നമ്മൾ റെഡി ആയിട്ടാ. ഇനി നമ്മൾ ഇറങ്ങാൻ പോവാണ്, ഫുഡ് കഴിക്കാൻ പോവാണ്. ഒരു 8-8:30 ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. ഫുഡ് കഴിച്ചിട്ട് നേരെ ട്രക്കിങ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞാണ് ഗൈസ്. ഇത് നമ്മുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റാണ്. ഇതാ വെള്ളയപ്പുണ്ട്, മുട്ടക്കറി, പൂരി, മസാല, ചായ. ഇതാണ് ഞങ്ങളുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഗൈസ്, ഇതാ ജീപ്പൊക്കെ വന്ന് റെഡിയായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിലാണ് നമ്മൾ പോണത്. ഒരു ജീപ്പിൽ ഇവർ 7 പേരാണ് കയറ്റുക കേട്ടോ. 7 പേര് കയറണം ഒരു ജീപ്പിൽ. അപ്പോൾ നമ്മളിതിലാണ് പോണത്. അപ്പോൾ അതാ ഞങ്ങളൊക്കെ ജീപ്പിൽ കയറിയിരുന്നു. ഇതാ ഈ ഓറഞ്ച് ടീഷർട്ട് ഇട്ടിരിക്കുന്നതാണ് കേട്ടോ എൻ്റെ കോച്ച്. ബാക്കി എല്ലാവരും ജിമ്മിലുള്ളവർ തന്നെയാണ്. ഇതാ അപ്പോൾ ഞങ്ങളിത് അങ്ങനെ പോവാണ്. ഇപ്പം ഒന്നൊരു കുഴപ്പമുണ്ടായിരുന്നില്ല റോഡ്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇതാ കണ്ടില്ലേ എൻ്റെ അമ്മോ, കുറച്ച് ഏജ് ഉള്ളവരൊക്കെ പോയി കഴിഞ്ഞാൽ നടുവൊക്കെ ഒടിഞ്ഞു പോകും. അങ്ങനത്തെ റോഡാ, ഉമ്മാരി കുഴിയ. കാരണം ഈ റോഡിൽ ഇതിൽ വണ്ടി ഓടിക്കാൻ എക്സ്പീരിയൻസ് തന്നെ വേണം. നോർമൽ ഒരു ജീപ്പ് ഓടിക്കുന്ന ആൾക്ക് ഓടിക്കാൻ പറ്റില്ല. അത്ര എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതുവഴി ഓടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ജീപ്പിൽ പോകുമ്പോൾ ഞങ്ങളെ കുറച്ച് പേടിച്ചു വിട്ടാ. കാരണം ഇതാ കണ്ട, ഈ മലേൻ്റെ മേലെ കൂടെ ഇങ്ങനെ കയറി പോകുമ്പോഴേ എങ്ങാനും മറിഞ്ഞാലോ കൊക്കേക്കായിരിക്കും, പിന്നെ ഒരു പൊടി പോലും കിട്ടില്ല. നോക്കുമ്പോൾ ആള് ഒരു കൂളായിട്ടാണ് ഓടിക്കണം ഡ്രൈവർ. അപ്പോൾ ഞങ്ങൾ ജീപ്പിലൊക്കെ ഒന്ന് ഇതാ ഇതിൻ്റെ മേലെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എങ്ങനെ പോകുന്നതെന്നാണ് അറിയാത്തത്. നോക്കി അവിടെ ചോദിച്ചു നോക്കാം. എന്താ പാസ്സൊക്കെ എടുക്കണം അത്ര. പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ. അയ്യോ, ഇതുകൂടെയൊക്കെ ജീപ്പ് ഓട്ടിക്കണമെങ്കിലേ എക്സ്പീരിയൻസ് തന്നെ വേണം. അപ്പോൾ ഇത് ഏതാ സ്ഥലം? രാമക്കൽമേടാ. ഇതാണോ? പിന്നെ ഇതേതാ പ്ലേസ്? ആമപ്പാറ അല്ലേ? ഇപ്പൊ ഇവിടുന്ന് വേണം രാമക്കൽമേടിക്ക് പോവാം.
ഇതെന്താ പാറയാ? ഗൈസ് ഇതെന്തോ ഇത് കൂടെയാണ് നമ്മൾ പോണത്. എന്താ ഫുള്ള് പാറയാണല്ലോ. ഷൂട്ട് നന്നായിട്ടാ. ചെരുപ്പൊക്കെയാണ് തീരുമാനം ഉണ്ടാവും. അയ്യോ ഇതെങ്ങനെ ഉള്ളിൽ കൂടെ പോണട്ടാ. അവര് ലോക്കായി. വൈശാഖനൊക്കെ എങ്ങനെ പോവുക കൂടെ? രണ്ട് പാറയുടെ ഇടയിൽ കൂടെ അല്ലേ? കുറെ ഗ്യാപ്പുള്ളൂ കേട്ടോ. നേരെ കയറിട്ട് ലെഫ്റ്റ് അല്ലേ? ലെഫ്റ്റ്. അയ്യോ ഈ ഗ്യാപ്പുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ ഇത്ര ഗ്യാപ്പുള്ളൂ. ഇത് കൂടെ പോണം. എന്താ അങ്ങനെ ക്രോസ് ചെയ്തുവാ ചരിഞ്ഞിട്ട്. രാമക്കൽമേട് എക്സ്പീരിയൻസ്. അതെ, മലയുടെ ഇടയിലൂടെ ആ ഒരു നടത്തം നമുക്ക് വേറെ എവിടെയും കിട്ടില്ല. വണ്ണുള്ളവർക്കൊക്കെ ലോക്കാവും അല്ലേ? ലോക്കായ പണി കേട്ടോ. വൈസേട്ടാ ലോക്കായ പണിയാണ്. പിന്നെ പാറ പൊളിച്ചെടുക്കണ്ടി ഇവിടെ ഭയങ്കര സീനാണ്. നമ്മളെ കൊള്ളും. ഐശേട്ടൻ എങ്ങനെ വരുന്നേ? കുഴപ്പമില്ല. ചെരിഞ്ഞു വേടാ. അയ്യോ തേരും. എന്താണത്? ജിമ്മിലത്തെ പണിഷ്മെന്റ് കറക്റ്റ് ആയിട്ട് ഉപകാരപ്പെടുന്നുണ്ട്. തവളച്ചാട്ടം ഇതിൽ നമ്മൾ ഡെക്ക് വർക്ക് ചെയ്തിട്ട് നടക്കേണ്ടതാണ്. ഉറപ്പല്ലേ? സേഫ് അല്ലേ? അതെ, ഇത് റിസ്കാ. അങ്ങോട്ട് വരണ്ട. കാന്തരോ കിടന്ന എഴുതി വരൂ. വലിയേട്ടോ ഷർട്ട് കേട് വരും. അതുകൊണ്ടൊക്കെ എഴയാൻ പറ്റില്ല. ഇത് മാത്രമല്ലേ ചേട്ടോ? ഇത് കഴിഞ്ഞോ? അതല്ല ഈ ആഴ്ച. ഗൈസ് അവിടെ ഉള്ളില് ഫോണ് പിടിക്കാൻ പറ്റില്ല. ഞാൻ ഒന്ന് കട്ട് ചെയ്യട്ടെ. എങ്ങനുണ്ട്? അടിപൊളിയാ. ചളി ഉണ്ട് കേട്ടോ. ഇല്ലേന്നില്ല. അടിപൊളിയാ. അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. എല്ലാരും ഇവിടെ ഒരു വട്ടെങ്കിലും വരണം. സൂപ്പർ എക്സ്പീരിയൻസ് ആണ്. എന്താ വ്യൂ നോക്കിയേ. വ്യൂ അടിപൊളി അല്ലേ?
എന്താ ടവർ അത്ര അതിൻ്റെ മേലേക്ക് കയറാട്ടാ. അതെന്താ വാച്ച് ടവർ അത്ര. നമ്മൾ ആമക്കുന്നിന്ന് ഇറങ്ങി ഇനിയാണ് നമ്മള് രാമക്കൽമേട് പോവാൻ പോണ കേട്ടാ. ഫസ്റ്റ് എക്സ്പീരിയൻസ്, അതെ ഫസ്റ്റ് ട്രക്കിങ്, ഫസ്റ്റ് മല കയറല്. ഇതാണ് ഏറ്റവും ഫസ്റ്റത്തെ എക്സ്പീരിയൻസ്. അപ്പോൾ ഇതാണ് അൻസാർജ, നമ്മുടെ ജിമ്മിലുള്ളതാണ്. അതാ വിളിക്കുന്നത്. അപ്പൊ ഇതാണ് സോളാർ പാടട്ടാ. ഇല്ല സോളാർ പാടല്ലേ, സോളാർ പാടം. ആ സോളാർ പാടം. ട്രക്കിംഗ് ഒരു രക്ഷയില്ല, അടിപൊളി. അവിടെ നേരത്തെ പോയ സ്ഥലം ആദ്യമായിട്ട്. അതെ എന്തായാലും ഒരു വട്ടം വന്ന് നോക്കേണ്ട സ്ഥലം അല്ലേ ചേട്ടാ. അങ്ങനെ ഞങ്ങൾ ആമപ്പാറ പിന്നെ സോളാർ പാടം അവിടെയൊക്കെ കയറി കണ്ട് ഇതാ ഇനിയിപ്പോൾ അടുത്തത് ഇതാ കുറവൻ കുറത്തിമല കേട്ടോ. അവിടേക്കാണ് കേട്ടോ പോണത്. അപ്പം അവിടെ പോകുമ്പോഴും നല്ല വഴി കണ്ടില്ലേ കേട്ടാ. ഫുള്ളും ഭയങ്കര റോഡാട്ടോ. ഇതിന്റെ ഇടയിൽ കയറി പോളിങ്ങല്ലേ. ഇത് രാമക്കൽ മേടല്ല, എന്തോ കുറുവൻ കുറത്തി മലയാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് കയറി നോക്കാം കേട്ടോ. അല്ലേ ഇതാണ് കുറവൻ കുറത്തി അല്ലേ, കുറവാനും കുറത്തിയും. ഫ്രണ്ടിക്ക് പോയി നോക്കട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ കുറുവാൻകുരത്തി മല കണ്ടിറങ്ങി. ഇനിയിപ്പോൾ അടുത്ത് രാമക്കൽമേടാണ്. അത് ഏകദേശം 1 കിലോമീറ്റർ നടക്കാണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ രാമക്കൽമേട് പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ നമുക്ക് കാറ്റാടിപ്പാടം കണ്ടിട്ട് പിന്നെ ഇറങ്ങുക. അപ്പോൾ ഗൈസ് ഇത് പാർട്ട് 1 ആണ്. ആമപ്പാറയും കുറുവാൻകുരത്തി മല പിന്നെ സോളാർ പാടം ഇതൊക്കെയാണ് കാണിച്ചത്. അപ്പോൾ ഇനി അടുത്തതാണ് നമ്മൾ ഈ രാമക്കൽമേട് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അതാണ് മെയിൻ. അപ്പോൾ ഈ വീഡിയോ ഇതിപ്പോൾ ഫസ്റ്റ് പാർട്ടാണ്. ഇത് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കമൻറ്റ് ബോക്സിൽ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ വീഡിയോ ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.